ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഇതിന് വളരെ കുറച്ച് ചേരുവ മാത്രം മതി. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ബീട്രൂട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഈ ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ബീട്രൂട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്തുടയുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം ഏത്തപ്പഴവും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. വറുത്ത റവ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളുണ്ടെങ്കിൽ അതിൽ അല്പം നെയ്യൊന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്പൂണും കൊണ്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ലെവലാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്കൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ബീട്രൂട്ടും റവയും ഒക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.